ഇന്ന് ഞങ്ങൾ 2 സൈക്കോകളുടെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കാണാൻ പോകുന്നത്. ഞാനും വിദ്യയും കൂടിയിട്ട് ജാനിക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് യൂണിക്കോൺ തീംഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയ വ്ളോഗാണ്. വിദ്യയ്ക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ചാനൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണം. അതാണ് അവളും അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു, ഒരു സൈഡിൽ നിന്ന് ഞാനും വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നേരെ പോയത് ചാലയിലോട്ടാണ്. പോകുന്ന വഴിക്ക് ഫസ്റ്റ് തന്നെ നമ്മൾ ബാഗ് നോക്കാനായിട്ടാണ് പോയത്. ദേ ഈ കാണുന്ന ഒരു ബാഗ് നമ്മൾ കണ്ടു. പക്ഷേ ഇത് എടുക്കാനായിട്ട് എൻ്റെ അമ്മ ഈ 18ാം പടിയും കയറി മേളിലാണ് പോയത്. പക്ഷെ അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. എല്ലാം വേറെ വേറെ കളേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളവിടെ കുറച്ചൊക്കെ നോക്കി, ലഞ്ച് ബാഗൊക്കെ നോക്കി. പക്ഷെ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ല. വേറെ 1-2 കടകളിലും കൂടി കയറി നോക്കിയിട്ട് എടുക്കാമെന്നുള്ള തീരുമാനത്തിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഒരു ഷോപ്പിൽ കയറി. അവിടെ കയറി ദേ ഈ കാണുന്ന അത്രയും നമ്മൾ വലിച്ചു വാരിയിട്ടു. പക്ഷേ അവിടെ ഒരു യൂണിക്കോണിൻ്റെ ബാഗ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഇറങ്ങി വേറെ കുറേ കടകളിൽ കയറി. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല, കാരണം നല്ല ചൂടും തിരക്കുമായിരുന്നു. പിന്നെ നമ്മൾ ദേ ഈ ഒരു കടയിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബാഗുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ഷോൾഡർ ബാഗ് ആയിക്കോട്ടെ, ബാക്ക് പാക്ക് ആയിക്കോട്ടെ, സ്ലിംഗ് ബാഗ് ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നിങ്ങൾ ചാലയ്ക്കകത്തുള്ള ഈ ഒരു കടയിൽ പോയാൽ മതി. ആൻഡ് ഫൈനലി നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കളറിലും സൈസിലും പാറ്റേണിലും ഒരു ബാഗ് കിട്ടി. അത് വാങ്ങിയിട്ട് തൊട്ടടുത്തുള്ള സ്റ്റേഷനറി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേക്കും നമ്മൾ രണ്ടുപേരും നന്നായിട്ട് ടയേർഡായത് കാരണം നമ്മൾ ഓരോ ഫ്രൂട്ടി വാങ്ങി കുടിച്ചു. അതിനുശേഷം നമ്മൾ പോയത് ജാനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ അട്ടക്കുളങ്ങര രാമചന്ദ്രയിലോട്ടാണ് പോയത്. രണ്ടുപേരും കുട എടുക്കാൻ മറന്നത് കൊണ്ട് നല്ല വെയിലായി. പിന്നെ നമ്മൾ അതിനകത്ത് കയറി അവിടെ നിന്ന് തന്നെ ആദ്യം ഒരു കുട വാങ്ങി. പിന്നെ അങ്ങോട്ട് മാടമ്പള്ളിയിലെ മനോരോഗിയെ പോലെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. എന്തൊക്കെയോ കയ്യിൽ വാരി പറക്കിയെടുത്ത് ഇവിടെ ഓടുന്നുണ്ടായിരുന്നു. അതിൻ്റെ പുറകെ ഞാനും കൂടി. പിന്നെ നമ്മൾ അവിടെ നിന്നും ഇങ്ങനെ ഈ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി ബില്ല് ചെയ്തിട്ട് ചേച്ചി ക്ഷീണിച്ചു പോയല്ലോ എന്ന വിഷമത്തിൽ എനിക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങി തന്നു. അതിനുശേഷം എനിക്ക് നന്നായിട്ട് വിശന്നപ്പോഴത്തേക്ക് നമ്മൾ രാമചന്ദ്രൻ്റെ തന്നെ ഫുഡ് കോർട്ടിൽ കയറിയിട്ട് എഗ് ഫ്രൈഡ് റൈസ് കഴിച്ചു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഡ്രസ്സ് മാത്രം കിട്ടിയില്ല. അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ആർ.കെ. വെഡിങ് മോളിൽ വന്നിട്ട് അവിടെ കുറച്ച് യൂണിക്കോൺ തീംഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ഫ്രോക്ക് നമ്മൾ വാങ്ങി. അതും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്നും നേരെ യൂബർ ബുക്ക് ചെയ്തിട്ട് MOTയിൽ വന്നു. MOTയിൽ വന്ന് ഷോപ്പിൽ വന്ന് രമ്യനെയൊക്കെ കണ്ടിട്ട് ഏട്ടായി വന്നപ്പോഴത്തേക്കും വിദ്യ പോയി. അപ്പോൾ അത്രയൊക്കെയായിരുന്നു നമ്മളുടെ ഒരു ഡേ.